വിദേശ രാജ്യങ്ങളിൽ നിന്ന് ശതകോടികൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണങ്ങളിൽ ഒരു ഭാഗത്ത് അന്വേഷണം, മറ്റൊരിടത്ത് അഴിമതി വിചാരണയിൽ കൂടുതൽ നടപടികൾ. കൂടാതെ ഷിൻബത്ത് ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനെ പുറത്താക്കാനുള്ള ശ്രമങ്ങളോടുള്ള പൊതുജനരോഷം. ഇതിനെല്ലാം പുറമെ ഗസയിലെ വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ സർക്കാരിനുള്ളിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദം. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ കുന്നുകൂടുന്നതിനിടെയാണ് ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചത്. ഇതോടെ മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം ഒന്ന് കെട്ടടങ്ങി, അതിന്റെ പ്രാധാന്യവും കുറഞ്ഞു. നെതന്യാഹു കോടതിയിൽ ഹാജരാകുന്നത് മാറ്റിവെച്ചു. ഷിൻബത്ത് മേധാവിയെ പുറത്താക്കുന്നതിനെതിരെ ആസൂത്രണം ചെയ്ത പ്രതിഷേധങ്ങൾ മാറ്റി. യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ തൃപ്തിപ്പെടുത്തി. ഇങ്ങനെ ഗസയിൽ ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ നെതന്യാഹുവിന്റെ അതിജീവന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ന്യൂയോർക്കിലെ മുൻ ഇസ്രായേലി അംബാസഡറും കോൺസൽ ജനറലുമായ അലോൺ പിങ്കാസ്. ഷിൻബത്ത് ആഭ്യന്തര സുരക്ഷാ സേവന ഡയറക്ടർ റോണൻ ബാറിനെ പുറത്താക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്നും അലോൺ അൽ ജസീറയോട് പറഞ്ഞു. അല്ലാതെ ഈ ആക്രമണങ്ങൾക്ക് സൈനിക പ്രാധാന്യമോ രാഷ്ട്രീയ ലക്ഷ്യമോ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നെതന്യാഹു നിരന്തരം കൃത്രിമം കാണിച്ചതായി എതിരാളികൾ പലപ്പോഴും ആവർത്തിച്ച് ആരോപിച്ചിരുന്നതാണ്. ജൂണിൽ ഒരു അഭിമുഖത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന നിഗമനത്തിലേക്ക് ആളുകൾ എത്തിച്ചേരാൻ കാരണങ്ങൾ ഏറെയുണ്ട് എന്നായിരുന്നു ബൈഡൻ അന്ന് പറഞ്ഞത്. വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം തുടരുന്നതിനെതിരെ നെതന്യാഹു ഭരണകൂടത്തെ നിരന്തരം എതിർക്കുന്നത് ഇസ്രായേലിലെ തന്നെ ഒരു വിഭാഗമാണ്. ഗസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലി തടവുകാരുടെ കുടുംബങ്ങൾ. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേലികൾ ഏറെ ബഹുമാനിക്കുന്നുണ്ട്. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരും യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ നൽകേണ്ടി വരുന്ന വില തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനാണെന്ന് ഈ കുടുംബങ്ങൾക്കറിയാം. ഹമാസുമായി യോജിച്ച വെടിനിർത്തലിന്റെ യഥാർത്ഥ നിബന്ധനകൾ പ്രകാരം മോചിപ്പിക്കേണ്ട 59 തടവുകാരാണ് ഗസയിൽ അവശേഷിക്കുന്നത്, ജീവനോടെയും അല്ലാതെയും. ചൊവ്വാഴ്ച ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇസ്രായേൽ നേതാക്കൾക്ക് വെടിനിർത്തൽ പാലിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന് ഈ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബന്ദികളെ ബലിയർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ബോംബാക്രമണം പുനരാരംഭിക്കുന്നത് ബന്ദികളെ ഗസയിൽ തന്നെ അടക്കം ചെയ്യാൻ ഇടയാക്കുമെന്നും പറയുന്നുണ്ട് കുടുംബങ്ങൾ. ബന്ദികളെയെല്ലാം തിരികെ വീട്ടിലെത്തിക്കാൻ കഴിയുന്ന ഒരു കരാറിൽ നിന്ന് നിങ്ങൾ എന്തിനു പിന്മാറി എന്ന ചോദ്യം സർക്കാരിന് നേരെ ഉയർത്തുന്നുണ്ട് അവർ. ബന്ദികളെ അവഗണിച്ച് അവരെ മരിക്കാൻ വിടുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ തങ്ങൾക്ക് സമ്മതമില്ല എന്ന് അറിയിച്ചുകൊണ്ട് നിരവധി ഇസ്രായേലികൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം വകവെക്കാതെ അധികാരത്തിൽ തുടരാൻ വേണ്ടി മാത്രം പോരാടുന്ന നിയമവിരുദ്ധ സർക്കാരാണ് നെതന്യാഹുവിൻ്റെതെന്നും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. വെടിനിർത്തലിന്റെ തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെയാണ്. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ പ്രതിഷേധിച്ച് ജനുവരിയിൽ രാജിവെച്ച തീവ്ര വലതുപക്ഷ മുൻ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ ഇപ്പോൾ സർക്കാരിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. രാജിവെക്കേണ്ടി വന്ന മുൻ ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും ഗസയിൽ പുനരാരംഭിച്ച കൂട്ടക്കൊലകളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ധാർമ്മികവും ഏറ്റവും ന്യായയുക്തവുമായ നടപടിയെന്നാണ് ബെൻഗിർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സംഘർഷത്തിലേക്കുള്ള തിരിച്ചുവരവിന് ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് സ്മോട്രിച്ച്. 60,000-ത്തിലധികം ഫലസ്തീനികളെ കൊന്നൊടുക്കിയ മുൻ സൈനിക ആക്രമണങ്ങളിൽ നിന്ന് ഇത്തവണ വ്യത്യസ്തമായിരിക്കുമെന്നും സ്മോട്രിച്ച് പറയുന്നു. ഇസ്രായേലിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി യുഎസും ഒപ്പമുണ്ട്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് 3 ഘട്ടങ്ങളുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നീട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കരാറിന്റെ നിബന്ധനകൾ മാറ്റുന്നതിൽ ഇസ്രായേലിനെ പിന്തുണച്ചു. ഇസ്രായേൽ ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടയുകയും ശേഷിക്കുന്ന ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കയും ഒപ്പം നിന്നു. ഇസ്രായേലിന്റെ പുതിയ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഉദ്ദേശം. അതിന്റെ പേരിൽ സ്ഥിരമായ വെടിനിർത്തലിനെ കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം ഒഴിവാക്കി. ജോലി പൂർത്തിയാക്കുക എന്ന് ട്രംപ് വ്യക്തമായി ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുക്കുന്ന എന്തിനേയും US പിന്തുണക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ ഗസയിൽ 100-ലേറെ യുദ്ധവിമാനങ്ങളുമായി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുരുന്നുകളും സ്ത്രീകളും അടക്കം 413 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 660-ലേറെ പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ കുത്തനെ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരെ റാലി നടത്തുമെന്നാണ് യായർ ലാപിഡ് അറിയിച്ചിരിക്കുന്നത്. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി വന്ന് ഇത് അവസാനിപ്പിക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു.
എന്നാൽ യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടും വരെ ആക്രമണങ്ങൾ തുടരുമെന്ന് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് നെതന്യാഹു. എന്താണ് നെതന്യാഹുവിന്റെ യുദ്ധലക്ഷ്യങ്ങൾ? എന്ത് നേടാനാണ് വീണ്ടും ഗസയിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്നതെന്ന ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായ മറുപടി നൽകാനില്ല. അവശേഷിക്കുന്ന മനുഷ്യരെയും കൊന്നൊടുക്കി. ഒരു മനുഷ്യജീവനും ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തലാകുമോ ഈ ലക്ഷ്യങ്ങൾ നേടാനാവുക?